പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ജീവിത വെളിച്ചം ഈ കഥ കേൾക്കൂ. ഒരു ചെറിയ ഗ്രാമത്തിൽ അനന്യ എന്ന പെൺകുട്ടി ജീവിച്ചിരുന്നു. പഠനത്തിലും സഹാനുഭൂതിയിലും അവൾ ഏവർക്കും പ്രിയപ്പെട്ടവളായിരുന്നു. അനന്യയുടെ അമ്മ എപ്പോഴും പറയും, മോളെ, നമുക്കുള്ളത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് കുറയില്ല, മറിച്ച് അത് വളരും. അതാണ് നൽകുക നേടുക എന്ന രഹസ്യം. ഒരു ദിവസം ഗ്രാമത്തിലെ സ്കൂളിൽ വനിതാ ദിനാഘോഷം നടക്കാനിരിക്കുകയായിരുന്നു. അധ്യാപിക കുട്ടികളോട് പറഞ്ഞു, ഈ വർഷം വനിതാ ദിനത്തിൽ നമുക്ക് ഒരുപാട് വലിയ സമ്മാനങ്ങൾ വേണ്ട, പകരം മറ്റുള്ളവർക്ക് സഹായം ചെയ്യാം. അനന്യ ആ വാക്കുകൾ കേട്ട് ആലോചിച്ചു. അടുത്ത ദിവസം അവൾ തൻ്റെ ചിത്രകഥാ പുസ്തകങ്ങളും ചിത്രരചനാ പുസ്തകങ്ങളും ചായങ്ങളും കളിപ്പാട്ടങ്ങളും പെൻസിലുകളും ഒരുമിച്ച് ചേർത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയരികിൽ കൂടാരം കെട്ടിപ്പാർക്കുന്ന അന്യ സംസ്ഥാനത്തെ കുഞ്ഞുങ്ങൾക്ക് പുഞ്ചിരിയോടെ അവ സമ്മാനിച്ചു. ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ തെളിച്ചം അനന്യയുടെ മുഖത്തും വലിയ പ്രകാശമുണ്ടാക്കി. അവളുടെ സുഹൃത്തുക്കളും അത് കണ്ട് പ്രചോദിതരായി. അവരും അനന്യയുടെ മാർഗം പിന്തുടർന്ന് പലരെയും സഹായിച്ചു. ടീച്ചറുടെ അനുവാദത്തോടെ ആ കുട്ടികളെയെല്ലാം സ്കൂളിലേക്ക് വിളിച്ചു. അവരുടെ അമ്മമാരും സ്കൂളിലെത്തി. അവർ പലരും സ്കൂൾ വിദ്യാഭ്യാസം ലഭിക്കാത്തവരായിരുന്നു. വനിതാ ദിനത്തിൽ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നാട്ടിലുള്ള നിരവധി വനിതകൾ സ്കൂളിലെത്തിച്ചു. എല്ലാവരും കൂടിയപ്പോൾ അധ്യാപിക സന്തോഷത്തോടെ പറഞ്ഞു, ഇതാണ് യഥാർത്ഥ ആഘോഷം. നമ്മൾ ഒത്തുചേർന്ന് ഒരാളെ സഹായിക്കുമ്പോൾ പുതിയ അവസരങ്ങൾ ഉണ്ടാവുന്നു. ഒഴിവുവേളകളിൽ ഇവരെ പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, ഒരു രക്ഷിതാവ് പറഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് കരകൗശല വിദ്യകൾ ഞങ്ങൾ പഠിപ്പിക്കാം, അന്യ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു സ്ത്രീ പറഞ്ഞു. നല്ല കാര്യം, പരസ്പരം അറിവുകൾ പങ്കുവയ്ക്കാം, ഒത്തുചേർന്ന് മുന്നേറാം. നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് നൽകുന്നത് നഷ്ടമല്ല, നന്മയുടെ കൂട്ടായ്മയാണത്. സ്ത്രീകൾ മുന്നോട്ട് വരുമ്പോൾ, ഉയർച്ചയിലെത്തുമ്പോൾ കുടുംബം ഉയരും, ഗ്രാമം ഉയരും, ഒടുവിൽ സമൂഹം മുഴുവനും ഉയരും. അതിനാൽ എല്ലാവരും പരസ്പരം പങ്കുവയ്ക്കൂ, സഹകരിക്കൂ, ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ പറഞ്ഞു. ഇതെല്ലാം കണ്ട് അഭിമാനത്തോടെ അനന്യയുടെ അമ്മ ശാന്തമായി പറഞ്ഞു, കണ്ടില്ലേ മോളെ, നമ്മൾ ചെയ്തത് ചെറിയ കാര്യം മാത്രമാണ്, പക്ഷേ അത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചമായി. അത് കേട്ട് അനന്യ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു.